അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏവർക്കും മുസ്ലിം ടെക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആത്മീയ കേരളത്തിൻ്റെ സൂര്യ തേജസ്സും ആയിരങ്ങൾക്ക് തണലും അത്താണിയുമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ നമ്മോട് വിട പറഞ്ഞു. കർണാടക പുത്തൂരിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ ഒരു ഗ്രാമമാണ് കൂറത്ത്. സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങളുടെ വരവോടുകൂടെ ഏറെ പ്രസിദ്ധമാണ് ഈ നാട്. ഈ നാടിൻ്റെ ആത്മീയ വെളിച്ചത്തിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. കൂറ ഗ്രാമത്തിലെ പ്രമാണിയും ദീനീ സ്നേഹിയുമായ യൂസുഫ് ഹാജി നിരവധി മഹാന്മാരുമായി അഭേദ്യ ബന്ധം പുലർത്തിയിരുന്നു. കുമ്പോൽ പാപ്പം കോയത്തങ്ങൾ, കുമ്പോൽ ഫളുൽ കോയത്തങ്ങൾ, സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയവർ അതിൽ ചിലരാണ്. പലരും പലപ്പോഴായി യൂസുഫ് ഹാജിയുടെ വീട്ടിൽ താമസിക്കാറുണ്ട്. ഒരിക്കൽ യൂസുഫ് ഹാജിയുടെ വീട്ടിലെത്തിയ ഷേഖുന സി എം മടവൂർ ഇങ്ങനെ പറഞ്ഞു: ഇവിടെ ഓർ വരും, ഇവിടുത്തെ മണ്ണും വെള്ളവും ഔഷധമാവും. ഈ പ്രവചനം മനസ്സിലാക്കാൻ അന്ന് അവിടുത്തെ ആളുകൾക്ക് സാധിച്ചില്ലെങ്കിലും പിന്നീട് തങ്ങളുടെ വരവോടുകൂടി അവർക്കത് ബോധ്യപ്പെട്ടു. പയ്യന്നൂർ എട്ടിക്കുളത്തെ നാലുരപ്പാട്ട് മഠത്തിൽ തങ്ങൾ ഹൗസിൽ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെയും പഴയങ്ങാടി ഏഴിമല തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധനായ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങളുടെ മകൾ സയ്യിദത്ത് ഫാത്തിമ ബീവിയുടെയും മകനായി 1960 ഖുറത്തു സാദാത്ത് സയ്യിദ് ഫളുൽ കോയമ്മത്തങ്ങളുടെ ജനനം. SSLC വരെ ഭൗതിക പഠനവും അതോടൊപ്പം നാട്ടിൽ തന്നെ പ്രാഥമിക മതപഠനവും പൂർത്തിയാക്കി. ശേഷം പിതാവിൻ്റെ സേവന മണ്ഡലമായ ഉള്ളാൾ മദനി അറബി കോളേജിൽ 3ാം ക്ലാസ്സിൽ ചേർന്നു. 1988 മദനി ബിരുദം നേടി സേവന മേഖലയിലേക്ക് തങ്ങൾ കടന്നു വന്നു. 3 വർഷം ഉള്ളാൾ മദനി കോളേജിൽ പിതാവിനോടൊപ്പം മുദരിസായി സേവനം അനുഷ്ഠിച്ചു. അതിനിടയിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. ഹജ്ജും ബാഗ്ദാദ് സിയാറത്തും ചെയ്ത് തിരിച്ചു വന്നതിനു ശേഷം ഉള്ളാളിൽ നിന്നും സേവനം മാറണമെന്ന് ആഗ്രഹിച്ചിരുന്ന തങ്ങൾ വലിയ അദബ് കാരണം ഈ വിഷയം തൻ്റെ പ്രിൻസിപ്പാളായ പിതാവിനോട് പറയാൻ മടിക്കുകയും ചെയ്തു. തുടർന്ന് തൻ്റെ സഹോദരീ ഭർത്താവും ആത്മീയ കുലപതിയുമായ കുമ്പോൽ സയ്യിദ് KS ആറ്റക്കോയ തങ്ങളോട് തൻ്റെ ആഗ്രഹം പങ്കുവച്ചു. നമുക്ക് വഴി കാണാം, കുമ്പോൽ തങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. താജുൽ ഉലമയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനും പുതിയാപ്പിളയുമായ കുമ്പോൽ തങ്ങൾ ഷേഖുന ഉള്ളാൾ തങ്ങളോട് കാര്യം ധരിപ്പിച്ചു. എന്നാ പിന്നെ കോയമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ, നിങ്ങൾ ശരിയാക്കി കൊടുക്കൂ, ഉള്ളാൾ തങ്ങൾ മറുപടി പറഞ്ഞു. കുമ്പോൽ ആറ്റക്കോയ തങ്ങളുടെ പിതാവിൻ്റെ മുഹിബീങ്ങളായിരുന്നു കൂറത്ത് ഗ്രാമവാസികൾ. ആ പള്ളിയിലേക്ക് ഖതീബിനെ ആവശ്യമായി വന്നപ്പോൾ സയ്യിദ് ഫളുൽ കോയമ്മത്തങ്ങളെ അവിടത്തേക്ക് നിയോഗിച്ചു. അങ്ങനെയാണ് 1991 തങ്ങൾ കൂറത്ത് പ്രദേശത്ത് എത്തിയത്. കൂറത്ത് ഫസൽ ജുമാ മസ്ജിദിൽ ഖതീബായി സേവനം ചെയ്തു വരുന്നതിനിടയിൽ ആരാധനകളിലായി കഴിഞ്ഞുകൂടുകയായിരുന്നു സയ്യിദ് അവർകൾ. മാസത്തിലൊരിക്കൽ താമസ സ്ഥലമായ എട്ടിക്കുളത്ത് വരും. അത്യാവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നു പോകും. മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുത്തൂരിലേക്ക് ബസ് മാർഗമെത്തും. അവിടെ നിന്ന് സുബ്രഹ്മണ്യ റൂട്ടിൽ പോകുന്ന ഏതെങ്കിലും വാഹനത്തിൽ കയറി പള്ളിയിലെത്താറായിരുന്നു പതിവ്. സൂക്ഷ്മമായ ജീവിത ചിട്ടയിൽ വളർന്നു വന്ന തങ്ങൾ എന്നും ഇലാഹി ചിന്തയിൽ കഴിഞ്ഞുകൂടി. ഖുർആൻ പാരായണത്തിലും സിക്ർ ഔറാദിലുമായി ജീവിതം ചിട്ടപ്പെടുത്തിയ തങ്ങളെ കാണാൻ കാലക്രമേണ പലരും വന്നു തുടങ്ങി. പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനും രോഗശമനത്തിനുമായി ദിനം പ്രതി ജനങ്ങൾ കൂറത്ത് പള്ളിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഒടുവിൽ വർഷങ്ങൾക്ക് മുമ്പ് ഷേഖുന സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് പ്രവചിച്ചത് പുലർന്നു കണ്ടു. കൂറത്ത് ഗ്രാമത്തിലെ മണ്ണും വെള്ളവും ഔഷധമായി. എട്ടിക്കുളത്തെ സയ്യിദ് ഫളുൽ കോയമ്മത്തങ്ങൾ ഖുറത്തു സാദാത്ത് എന്ന അപരനാമത്തിലുള്ള
ഖുറാത്തങ്ങളായി മാറി. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ മദതും തിരുനോട്ടവും നമ്മുടെ ജീവിതത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.